എല്ലാവർക്കും നമസ്കാരം. അപ്ഡേറ്റുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഒരു വാർത്ത അടുത്ത കാലത്തായി നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി കാണാറുണ്ടല്ലേ. എന്നാൽ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതെന്ന്, അത് തടയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നും, എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ വഴിയുണ്ടാകുന്ന മറ്റ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്നും, അവ തടയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മളിൽ പലർക്കും അറിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ചെറിയൊരു ബോധവൽക്കരണം നൽകുവാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി മേഖലയിലെ ഏറ്റവും പുത്തൻ അറിവുകൾ ഏറ്റവും ആദ്യം നിങ്ങളെത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം തൊട്ട് വലതുഭാഗത്തായി കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നമ്മുടെ ഫോണ് പൊട്ടിത്തെറിക്കാനും കത്തിപ്പോകാനൊക്കെ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ ഫോണ് അനാവശ്യമായിട്ടാണ് മിക്ക സമയങ്ങളിലും ചാർജിനിടാറുള്ളത്. അനാവശ്യമായി ചാർജിനിടുക എന്ന് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ളതിലധികം സമയം വെറുതെ ചാർജറിലിട്ട് അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്ന ഒരു രീതി നമ്മൾക്കുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫിനെയും മറ്റ് ഫോണിന്റെ മറ്റ് ഫീച്ചറിനെയും ചില സാഹചര്യങ്ങളിലൊക്കെ മോശമായി ബാധിക്കാറുണ്ട്. അത് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഭാവിയിൽ സംഭവിക്കാറുമുണ്ട്. രണ്ടാമതായുള്ളൊരു കാരണം, നമ്മുടെ ഫോണിൽ നമ്മൾ മൾട്ടി ടാസ്കിംഗ് ഉള്ളത് കൊണ്ട്, എല്ലാ സ്മാർട്ട് ഫോണിലും മൾട്ടി ടാസ്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വലിയ സൈസിലുള്ള ഗെയിമുകളൊക്കെ കളിച്ചുകൊണ്ട് തന്നെയാണ് ഫോൺ ഉപയോഗിക്കാറ് അല്ലെ. അതിനായിട്ടാണ് കൂടുതൽ കുട്ടികളും മറ്റുമൊക്കെ ഫോൺ ഉപയോഗിക്കാറുള്ളത്. ഓൺലൈൻ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ കൂടുതലായിട്ടും പ്രോസസറിന്റെ സ്പീഡും പ്രോസസറിന്റെ ഇതൊക്കെ ഈ ഗെയിമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറാണ് ഈ ഫോണിന്റെ ഉപയോഗിക്കുന്നതാണ് ഫോണിന്റെ ഒരു പ്രത്യേകത. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഈ മൾട്ടി ടാസ്കിംഗ് സമയത്ത്, ഈ ഹെവി ഗെയിമുകളൊക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ അനാവശ്യമായിട്ട് ചൂടാവാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഫോണ് ചൂടാകുന്ന സമയങ്ങളിൽ ഈ ചൂട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഭൂരിഭാഗം ഫോണുകൾക്കും മെറ്റാലിക് ബോഡിയാണ്. ഇതിന്റെ ബാറ്ററികൾ റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവുമാണ് ഉള്ളത്. ചില സാഹചര്യങ്ങളിൽ ഈ ചൂട് ക്രമേണ ഈ മെറ്റാലിക് ബോഡിയിലേക്ക് പകർന്നു പോവുകയും അത് സ്വാഭാവികമായും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മെറ്റാലിക് ബോഡിക്ക് തൊട്ട് പുറകിലായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കവർ, ബാക്ക് കവർ ഫോണ് വീണു പോകാതിരിക്കാൻ ഇട്ടിട്ടുണ്ടാവും. ഈ കവറിലേക്കാണ് ഈ ബാറ്ററി ചൂട് പോകുന്നത്. അത് പുറത്തേക്ക് വേറെ എവിടെയും പോകുന്നില്ല. അവിടെ ആ ചൂട് ആഗിരണം ചെയ്യപ്പെടുകയും തുടർന്ന് ഈ ബാറ്ററി ഇത് ക്രമാതീതമായി ബാക്ക് കവർ മെറ്റാലിക് ബോഡി അടക്കം ചൂടാവാനും തന്മൂലം ഉള്ളിലുള്ള ബാറ്ററി ചൂടാവാനും ക്രമേണ അത് കത്തിപ്പോകാനോ അല്ല മറ്റ് പൊട്ടിത്തെറികൾക്കുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിനായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, കഴിവതും ബാക്ക് കവർ ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഫോണ് വീണിട്ട് ഡാമേജ് ആകുന്നതിനേക്കാൾ പ്രശ്നമല്ലല്ലോ നമ്മുടെ പൊട്ടിത്തെറിച്ചിട്ടുള്ള നമ്മൾക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ. ഇനി അടുത്തതായി പറയാനുള്ളത്, ഫോണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ചാർജിനിട്ടിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരം സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾ വന്നാൽ ചാർജിനിട്ട് അവിടെ നിന്ന് തന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഫോണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് കഴിഞ്ഞാൽ, അത്യാവശ്യം പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ചാർജ് കഴിഞ്ഞാൽ നമ്മളത് ഉടൻ തന്നെ ചാർജിനിട്ടിട്ട് ബാക്കി വർക്ക് ചെയ്യാറുണ്ടല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ ഈ ഫോണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ചാർജർ അല്ല എങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ ആണെങ്കിൽ ഈ നമ്മുടെ ലൈനിൽ നിന്നുള്ള എർത്ത് കറണ്ട് കൂടുതലായും ഫോണിലേക്ക് വരികയും അത് നമ്മുടെ ശരീരം വഴി ഭൂമിയിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് ഫോണ് പൊട്ടിത്തെറിക്കുന്നതിനോ നമുക്ക് ഷോക്ക് കേൾക്കുന്നതിനോ ഒക്കെ കാരണമായി വരാറുണ്ട്. ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ ഫോണിനെ പൊട്ടിത്തെറിയിലേക്കും മറ്റ് കത്തിപ്പോകലിലേക്കൊക്കെ നയിക്കുന്ന പ്രധാന കാരണങ്ങൾ. മറ്റ് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഒക്കെ ഉള്ള ഫോണുകളൊക്കെ ഇതേ രീതിയിൽ കത്തിപ്പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോണ് അപകടത്തിൽപ്പെടുന്നതിൽ നിന്ന് നമുക്ക് അതിനെ സംരക്ഷിക്കാനും അതുവഴി നമ്മുടെ ശരീരത്തെ തന്നെ സംരക്ഷിക്കാനും നമുക്ക് പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക.